നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ജോലിയിൽ സ്ഥാനഭ്രംശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മേലധികാരിയുടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ അപ്രീതിക്ക് കാരണമാകുന്നതൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല. ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയെടുക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. വരുമാന വർധനവ് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുവാനും കഴിയുന്നതാണ്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ജോലി കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു സ്ഥിരമായ ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ധനപരമായി പറയുകയാണെങ്കിൽ ധനനേട്ടം ഉണ്ടാവുന്ന വർഷമാണ്. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാവുന്നതാണ്. കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ തെളിയുന്ന ഒരു വർഷം കൂടിയാണ്. കഴിഞ്ഞ വർഷം ധനപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ സമയത്ത് കഴിഞ്ഞു എന്ന് വരാം. ആരോഗ്യകരമായി അത്ര നല്ല സമയമല്ല. ജീവിതശൈലി രോഗങ്ങൾ പോലെ ഉദര രോഗങ്ങൾ പോലെ ചില രോഗങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് തക്കതായ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് വളരെ അധികം നല്ല ഒരു സമയമാണ്. ദമ്പതികൾ തമ്മിൽ രമ്യത്തോടെയും ഐക്യതയോടെയും പ്രവർത്തിക്കുന്ന സുഖവും സന്തോഷവുമുള്ള ഒരു സമയമാണ്. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ധന ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുവാനും പുതിയ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനും മത്സര പരീക്ഷയിൽ വിജയം നേടുവാനും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവർക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ യോഗയും മെഡിറ്റേഷനും ചെയ്യുന്നത് ഈ സമയത്ത് ഗുണകരമായിരിക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പുണ്യക്ഷേത്ര ദർശനം ദീർഘകാലമായി ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയം കൂടിയാണ്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിൽ തീരുമാനമുണ്ടാകുന്ന സമയം കൂടിയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനോ വിവാഹം, സന്താനലബ്ധി എന്നിവയൊക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. തൊഴിൽപരമായി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആരോഗ്യപരമായിട്ടും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക, ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നിവയൊക്കെ ചെയ്താൽ ഈ വർഷം ഇവർക്ക് ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് കഴിയുന്നതാണ്.